ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽപ്പെട്ട വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഗുണമാണ് തഖ്വ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ എന്നത് പരിശുദ്ധ ഖുർആനിലുടനീളം പല ആവർത്തി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാചകമാണ്. അള്ളാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നോമ്പിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണല്ലോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുക അല്ലെങ്കിൽ തഖ്വയുള്ളവരായേക്കാം. അതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ തഖ്വ എന്താണ്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തഖ്വ ഏതാണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറ അതിലാണിപ്പോൾ റമദാനെക്കുറിച്ചുള്ള ഏക പരാമർശം അത് വന്നിരിക്കുന്ന സൂറത്തുൽ ബഖറയിലാണ്. ആ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, സംശയത്തിനിടമില്ലാത്ത ഈ ഗ്രന്ഥം, അത് തഖ്വയുള്ളവർക്ക് ഒരു വഴികാട്ടിയാണ്, ഒരു ഗൈഡൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അത് ആരംഭിക്കുന്നത്. തഖ്വയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു നൽകുന്ന ഏറ്റവും ആദ്യത്തെ കൽപ്പനയും ഈ തഖ്വയെക്കുറിച്ചാണ്. യാ അയ്യുഹന്നാസ്, അതും സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന് നിങ്ങൾ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുക. അവൻ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെക്കുറിച്ച് ബോധമുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തഖ്വയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹവുമായിട്ട് ഈ തഖ്വയ്ക്ക് എന്താണ് ബന്ധം എന്ന് ഒരാൾ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ദൈവികതയെ അത് മനസ്സിലാക്കുന്നത്, അത് കൃത്യമായി മനസ്സിലാകുമ്പോൾ മാത്രമാണ് തഖ്വയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ വെറുക്കാനല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കാനാണ്. നമ്മളൊരിക്കലും പരാജയപ്പെടണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. നമ്മളെ നരകത്തിൽ കത്തിക്കണം എന്ന് അള്ളാഹു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് തന്നെയാണ്. വമാ ഖാന അല്ലാഹു ലിയുഅദ്ദിബക്കും എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന് നിങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് അള്ളാഹുവിന് യാതൊന്നും ലഭിക്കാനില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്തിമമായി അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും നമ്മെക്കുറിച്ച് അവൻ പ്രതീക്ഷിക്കുന്നതും നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് സ്വർഗത്തിൽ പോകണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അവൻ്റെ പ്രതിഫലം നേടാൻ ആവശ്യമായതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ജീവൻ നൽകി നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മെ നിരന്തരം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെയെല്ലാം അവൻ റഹ്മാനും റഹീമുമാണ്. അപ്പം അവൻ്റെ പ്രീതി നേടുക എന്നുള്ളത്, അതിനു പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും അവസരങ്ങളും അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ഒരു യാത്രയിലാണ്. അത് അള്ളാഹുവിലേക്കുള്ള, അവൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടത്തെ തകർക്കുന്ന, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒന്നും ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടാൻ പാടില്ല. യഥാർത്ഥത്തിൽ അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള നമ്മുടെ അദമ്യമായ ആഗ്രഹമാണ്. സാധാരണഗതിയിൽ പറയാറുണ്ട്, എന്താണ് തഖ്വയുടെ അർത്ഥം? പലരും ഭക്തി എന്ന് പറയും, ചിലപ്പോൾ സൂക്ഷ്മത എന്ന് പറയും, ചിലർ ദൈവബോധം എന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ അത് അള്ളാഹുവിനോടുള്ള പ്രണയമാണ്, അവനോടുള്ള ഇഷ്ടമാണ്. അവനെ
നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവനെ ഭയപ്പെടേണ്ടതില്ല. അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം പിന്നെ അവൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകില്ല. അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇമാം ഇബ്നുൽ ഖയ്യിം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഒന്നിനെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾ അവനിലേക്ക് ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഭയമല്ല, മറിച്ച് അവനോടുള്ള ഇഷ്ടത്താലാണ് നിങ്ങൾ അവനെ ഭയക്കുന്നത്. അവനോടുള്ള ഇഷ്ടത്താൽ അവൻ വെറുക്കുന്ന ഒരു സംഗതിയെ ആ സംഗതി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നു. അതാണ്. അപ്പോൾ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കുറിച്ചുള്ള ഒരു ഭയം പോലെയല്ല, ഒരു പാമ്പിനെ പേടിക്കുന്നത് പോലെയുള്ള ഭയമല്ല നമുക്ക് അള്ളാഹുവിനോടുള്ളത്, മറിച്ച് അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു ഭയമാണ്, ഒരു കേവല ഭയമല്ല. അപ്പം അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും അവനെക്കുറിച്ചുള്ള ഭയവും ഇത് രണ്ടും ഒന്നിക്കുന്നത് അവിടെയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയമാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം. പലപ്പോഴും നമ്മൾ അള്ളാഹിനെ പേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയമായിരിക്കണം. അപ്പം ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് റമദാനിൽ. നമ്മൾ നോക്കൂ, റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ കഴിക്കാതിരിക്കുന്നു. നമുക്ക് മുന്നിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കെ അത് നമ്മൾ ഭക്ഷിക്കാതിരിക്കുന്നു. വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നുമ്പോൾ ദാഹിച്ചിട്ടും നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നു. നമ്മുടെ നോമ്പിനെ ഇല്ലാതാക്കുന്ന ഒന്നും നാം പ്രവർത്തിക്കുന്നില്ല. ഇതുപോലെ നിത്യേന നമ്മുടെയുള്ള ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ ഇല്ലാതാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. നാം നമ്മെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു മുള്ളും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ചെങ്കുത്തായ ഒരു വഴി, അങ്ങനത്തെ ഒരു പാതയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുള്ളുകൾ കൊള്ളാതെ, വസ്ത്രത്തിൽ ചെളി പുരളാതെ നമ്മൾ അതീവ ജാഗ്രതയോടെ നടക്കും. അതാണ് വാസ്തവത്തിൽ ഈ തഖ്വ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതും പകൽ മുഴുവൻ നോമ്പെടുക്കുന്നതും അതല്ല ശരിക്കും വാസ്തവത്തിൽ തഖ്വ. തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക, അവനിഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുക. ഇതാണ് വാസ്തവത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അള്ളാഹു പ്രത്യേകമായി പറയാൻ കാരണം. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, അത് നമ്മൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കണം. നമ്മളെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് യഥാർത്ഥത്തിൽ തന്നെ നാം അർഹരാണ് എന്ന് നമ്മൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കണം. ഇമാം ഗസാലി വളരെ സുപ്രധാനമായ ഒരു സംഗതി ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ അനന്തരഫലം അതിൻ്റെ ശിക്ഷയല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകലുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. അതായത് ഒരു പാപം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പാപത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷയല്ല നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത്, മറിച്ച് നമ്മളും അള്ളാഹുവും തമ്മിൽ അകന്നു പോകുന്നു, ആ അകലം സംഭവിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ അവനിലേക്ക് മടങ്ങാനാണല്ലോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവനിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ സ്നേഹത്തെ തകർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തീർച്ചയായും ജാഗ്രത പാലിക്കണം. നിരന്തരമായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലാണ് നാം എന്നത് നമ്മളുടെ ഒരു മനോഭാവമായി തന്നെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ഒരു കാര്യം പറയുമ്പോൾ, അത് പ്രവർത്തിക്കുമ്പോൾ, അത് മനസ്സിൽ തോന്നുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം, ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലേ. അപ്പോൾ അവൻ്റെ അപ്രീതിക്ക് കാരണമാകും എന്നറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ എന്ന വാചകം നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോന്നലെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള, അവൻ്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ
നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഭയക്കേണ്ട ഒരു സംഗതി, ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് നിരന്തരം നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കണം. അതാണ് വാസ്തവത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതാണ് നമ്മെ നിരന്തരം വഴി നടത്തേണ്ടത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുന്ന, അവൻ്റെ ഇഷ്ടം നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.